ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സ്വന്തം നാത്തൂൻസ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ടാണ് എത്തിയിട്ടുള്ളത്. കുറെ നാളുകൾക്ക് ശേഷമാണ് നാത്തൂൻസ് ചാനലിൽ ഒരു വീഡിയോ വരുന്നത്. എനിക്കറിയാം സബ്സ്ക്രൈബേഴ്സ് എല്ലാം എന്നോട് പരാതിയായിരിക്കും, ആരും വിഷമിക്കേണ്ട, ഞാൻ പിന്നെ വീഡിയോ ആയിട്ട് എത്തിയിരിക്കുകയാണ്. ഇനി നമ്മളൊരു അൺബോക്സിംഗ് വീഡിയോ ആണ് ചെയ്യുന്നത്. ഇന്നത്തെ അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് നിങ്ങൾ ഞെട്ടും. നമ്മള് ചോദിച്ചു മേടിച്ച ഗിഫ്റ്റ് എന്റെ ഒരു സബ്സ്ക്രൈബർ സൗദിയിൽ നിന്ന് എനിക്കൊരു ഗിഫ്റ്റ് കൊടുത്തു വിട്ടിരിക്കുകയാണ്. അതായത് നമ്മുടെ ചാനലിന് വേണ്ടിയിട്ട് സൗദിയിൽ നിന്ന് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ, ഇവളുടെ പേര് പറയാമോന്ന് അറിയത്തില്ല, സബ്സ്ക്രൈബർ പറഞ്ഞിട്ടുണ്ട് ഭയങ്കര കോൺഫിഡൻഷ്യൽ ആയിട്ട് വെക്കണം. എന്തായാലും കോൺഫിഡൻഷ്യൽ ആയതുകൊണ്ട് ഞാൻ പേര് പറയാം. ഡിറ്റി ചേച്ചിയാണ്, ഡിറ്റി എന്ന് പറയുന്ന ഒരു ചേച്ചിയാണ്. അത് പരിചയപ്പെടുത്തിയില്ലല്ലോ, എന്റെ സ്വന്തം ചേച്ചിയാട്ടോ. പേര് ജിഞ്ചു, മുത്ത് എന്നെല്ലാരും വിളിക്കും. ഹായ്. അപ്പൊ ഇവള് അൺബോക്സിംഗ് വീഡിയോ എന്ന് പറഞ്ഞ് ഇടുന്ന വീഡിയോ എനിക്ക് തോന്നി ഇവള് ചോദിച്ചു മേടിച്ച ഗിഫ്റ്റ് ആണ്. എനിവേ ഞാൻ സൗദിയിൽ നിന്ന് വന്നപ്പോൾ എനിക്ക് കൈ തന്നു വിട്ടാണ് ഇവകളിലെ കൊടുക്കാൻ വേണ്ടി. പക്ഷെ എനിക്ക് തോന്നി ഇവിടെ ചോദിച്ചു മേടിച്ചാണ് നമ്മുടെ ചാനലിന്റെ വളർച്ചയ്ക്ക് വേണ്ടി, അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട്, ചാനൽ പുഷ്ടിപ്പെടാൻ വേണ്ടിട്ട്, അതിനു വേണ്ടിട്ട് കൊടുത്തു വിട്ട ഒരു ഗിഫ്റ്റ് ആണ്. ഇതെന്താണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒലക്കാണോ? ചിലപ്പോൾ തല്ലാനായിരിക്കും. എന്നോട് പറഞ്ഞ ട്രൈപോഡ് ആണെന്ന് എനിക്കറിയാം, പക്ഷെ എന്നാലും ഞാൻ കുറച്ച് ആറ്റിറ്റ്യൂഡ് കിട്ടുന്നേ ഉള്ളൂ. അപ്പൊ ഈ ഒരു ട്രൈപോഡ് ആണ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ വേണ്ടിട്ട് പോകുന്നത്. ഓപ്പൺ ചെയ്യാം. ബാഗൊക്കെ ഉണ്ട്. അവൾ ഈ വീഡിയോ ഞെട്ടിക്കണം നമ്മൾ. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു മുതൽക്കൂട്ടാവട്ടെ. ഇത് ഇതുപോലത്തെ ഇനിയും അൺബോക്സിംഗ് വീഡിയോസ് ചെയ്യാനുള്ള ഭാഗ്യം നിങ്ങൾ എനിക്ക് ഉണ്ടാക്കി തരണം. ഒലക്ക, ബോംബ്, കത്തി, കൊളവാൾ എന്നിവയെല്ലാം ഇനി അതുവല്ലോ ആണോ? ഇനി ചാനലില് വീഡിയോ നിർത്താൻ വേണ്ടി വല്ല വടിവാളും എല്ലാം കൊടുത്തു വിട്ടാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അൺബോക്സ് ചെയ്യാൻ വേണ്ടിട്ട് പോവാണ്. തലക്കിരിക്കാൻ വന്നായിരിക്കും. എന്ത് വിറയ്ക്കുന്നേ? ആദ്യമായിട്ടാണ് അവർക്ക് അർഹതയില്ലാത്ത സാധനമാണ് അവൻ വിറയ്ക്കുന്നത്. ആദ്യമായിട്ട് സബ്സ്ക്രൈബർ എനിക്ക് ആദ്യമായിട്ടും അവസാനമായിട്ടും ഇതിന്റെ മെക്കാനിസം അറിയാൻ ആരുണ്ട് ഇവിടെ? യൂട്യൂബ് ഉണ്ട്. നടുവിലൂടെ ആരിലും കാണും. യൂട്യൂബിലും നമ്മുടെ ട്രൈപോഡ് VFWT 3520. ഇതാണ് ഇതിന്റെ ബ്രാൻഡിന്റെ പേര്. എനിക്ക് ഈ ട്രൈപോഡിനെ പറ്റി വലിയ ധാരണ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. ഇങ്ങനെയൊക്കെ തന്നെയാണെന്ന് ഒന്ന് പറയേണ്ടത്. ഇതിന്റെ കൂടെ നമുക്കൊരു ടാഗും ഫ്രീ ആയിട്ട് എഴുതിയിട്ടുണ്ട്. എന്തോ എഴുതി. അപ്പൊ നമുക്കിത് എങ്ങനെയാണ് ഇതിന്റെ മെക്കാനിസം എന്നൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കാം. പിന്നെ അടുത്ത വീഡിയോ തൊട്ട് നമ്മൾ ഈ ട്രൈപോഡിലായിരിക്കും കേട്ടോ എടുക്കുന്നത്, അല്ലേ? ഇവിടെ ഇങ്ങനെ നോക്കുണ്ട്. അപ്പൊ ഇവിടെ എന്തോ ഉണ്ട്. ഇത് നമ്മളിങ്ങനെ തുറന്നു നോക്ക്. ഇപ്പൊ ഇങ്ങനെ താഴേക്ക് നശിപ്പിക്കണം ആദ്യം തന്നെ. അത് നീളം പറ്റുന്ന ഞാൻ തുറക്കാം. ഇതെല്ലാം വർക്കിങ്ങാണ്. ഇത് നമ്മൾ ഇവിടം വരെ എത്തിയതിനു ശേഷം നമ്മൾ ഇതിങ്ങനെ അടച്ചു. ഞാൻ അവിടെ അടച്ചു. ഇവിടെ അടക്കണം. അവിടെയല്ല, എല്ലാം അടക്കണം. ഇതിങ്ങനെയൊന്നും അല്ലടാ. മറ്റേ ആരാണ്ട് മുഴുവൻ ഇത്ര എത്തിക്കഴിയുമ്പോൾ നമ്മൾ ഇങ്ങനെ തുറക്കണം. വീർപ്പണോ? എന്നിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റും. ഇവിടെ ഇത് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് അങ്ങനത്തില്ല. ഇതിങ്ങനെ തുറക്കുവാണെങ്കിൽ അങ്ങനെ തുറക്കും. യെസ്, അങ്ങനെ. അത് ഇവിടെ നമ്മളിവിടെ ലോക്ക് ചെയ്ത് വെക്കാൻ മതി. നമ്മുടെ ബേസ് റെഡിയായി. പിടികളുണ്ട്. നമുക്കിങ്ങനെ പൊക്കിക്കൊണ്ടാണ്. ഇങ്ങനെ കഴിയും. പിന്നെ ഇത് ഇങ്ങനെ
ഇതിങ്ങനെ ആട്ടാൻ പറ്റും, ഇങ്ങനെ മുമ്പോട്ടും പുറത്തും. പിന്നെ ഇവിടെയൊക്കെ ഇങ്ങനെ ലോക്ക് ചെയ്യുന്ന സാധനമൊക്കെ ഉണ്ട് കേട്ടോ, പക്ഷെ എന്നാത്തിനാണ് എനിക്കറിയില്ല. ഇതിങ്ങനെ ഇങ്ങനെ ആക്കുമ്പോൾ അത് ഒഴിഞ്ഞു പോകും, അതുകൊണ്ട് അങ്ങനെ ആക്കണ്ട. ഇവിടെ ഒരു സാധനം ഉണ്ട്, ഇവിടെ ഒരു സാധനം ഇതിങ്ങനെ പിടിച്ചാൽ കാണുന്നു. ഇതിത്രേ ഉള്ളൂ. ഇതിത്രയും കഴിയുമ്പോൾ നമ്മളിങ്ങനെ താത്തേക്കാം. എന്നിട്ട് ഇവിടെ നമുക്ക് മുറുക്കാൻ പറ്റും. മുറുക്കി കഴിയുമ്പോൾ ഇതിൽ തന്നെ അനങ്ങിട്ടില്ല. നമ്മുടെ ഇത്രയും പൊക്കത്തിൽ ഈ സാധനം ഇവിടെ എത്തിയിരിക്കും. കൊള്ളാല്ലേ? ഞാൻ ചോദിച്ചു മേടിച്ചാലും സാധനം കൊള്ളാം, അടിപൊളി ആയിട്ടില്ല. നീ ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചു മേടിച്ചല്ലേ ചോദിച്ചു മേടിച്ചല്ലേ? ഇത് ഞാൻ ചോദിച്ചു മേടിച്ചൊന്നല്ലോ, ചോദിച്ചു മേടിച്ചൊന്നല്ല കേട്ടോ, തുറന്നതാണ്. പക്ഷെ എന്തിനാ തന്നേന്നുള്ളത് എനിക്കറിയത്തില്ല. ഇവളുടെ വീഡിയോ ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും, ഉണ്ടാകും പറയാൻ ഇത്ര കോൺഫിഡൻസ് ഇല്ലായിരുന്ന. എല്ലാവർക്കും എല്ലാം വീഡിയോ ഇഷ്ടമല്ലേ? ഞാൻ പറയുന്നില്ല, കമന്റ് റെഡി ആയിരിക്കും. ഇതൊന്നും അല്ലേ, ഇനി ഏതാണൊക്കെ ഉണ്ട് എനിക്ക്. ഇവിടെ എന്തോ ഉണ്ടായിരിക്കും. തേടി തുറന്നുണ്ട്. ഇതാ നമ്മളെ വീഡിയോ ഒക്കെ എത്തുന്ന സാധനം. ഇത് നമുക്ക് ഇങ്ങനെ ഇപ്പൊ നമ്മള് ഇതോ ഇവിടെ ഇതിനകത്ത് ഇവിടെ ഇങ്ങനെ ഒരു സാധനമുണ്ട്. ഇത് നമ്മളിങ്ങനെ ലൂസ് ആക്കുമ്പോ തുറന്നു വരും. ഇത് ഇങ്ങനെ താക്കാൻ പറ്റുന്നില്ല. ലൂസ് ആകുന്നില്ല. ഇതുണ്ടോ, ഇത് ഇങ്ങനെ നമുക്ക് പോകാം, ഇങ്ങനെ തിരിക്കാൻ പറ്റും. റൊട്ടേറ്റ് ചെയ്ത് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റും. ഇങ്ങനെയും അതായത് മൊത്തത്തിൽ നമുക്ക് ഇതിനെ തിരിക്കാൻ പറ്റും. കവർ ചെയ്യാം, ഇങ്ങനെ ഫുൾ കവർ ചെയ്യാം. ഇങ്ങനെയും കൊണ്ടുപോവാം. മേലോട്ടും താഴോട്ടുണ്ടോ ചുറ്റുമുണ്ടോ, അതായത് മൊത്തത്തിൽ നമുക്ക് വീഡിയോ കവർ ചെയ്തെടുക്കാം. പിന്നെ ഇത് കഴിയുമ്പോൾ നമുക്ക് ടൈറ്റ് ആക്കാൻ ഉള്ള ഓപ്ഷൻ ഉണ്ട്. ഏതെങ്കിലും ഫിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ടൈറ്റ് ആക്കി ഇത് വെച്ചൊരു വീഡിയോ എടുത്ത് കഴിയുമ്പോൾ അറിയാം ഏത് വഴിയാകും ഞങ്ങൾ എങ്ങനെ യൂസ് ചെയ്യുന്നത്. ഇത് എവിടെയായിരുന്നു? അല്ല, ഇതിലാണ് വീഡിയോ വെക്കുന്നത്. ഇവിടെ ഇതുണ്ട്, വാട്ടർ ലെവലൊക്കെ ഉണ്ട്. നമുക്ക് ആ ഒരു കറക്റ്റ് ലെവല് വീട്ടിലാവുമ്പോഴത്തേക്കാണ് റേറ്റ് ആണോ അല്ലെന്ന് പറയാൻ പറ്റും. ലെവല് കീപ്പ് ചെയ്ത് എത്തണം കഴിച്ച്. എന്നെ കൊണ്ട് പറ്റുന്നില്ല. ഞാൻ ഇടപെടണോ? ഈ ഒരു രണ്ട് ലൈനിന്റെ സെന്റർ പോർഷൻ വരുമ്പോഴത്തേക്കാണ് അത് മിഡിലാവുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് ഇത് മിഡിലാക്കാൻ പറ്റും. ഇവിടെ ഇങ്ങനെ എല്ലാവർക്കും ഉണ്ട്, അതായത് എല്ലാം കറക്റ്റ് ആണോ ലെവലാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയാണ്. പിന്നെ ഇതുണ്ടോ, ഇവിടെ ഇങ്ങനെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. അത് എന്നതിനാന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഈ ട്രൈപോഡിനകത്ത് ക്യാമറ ഒക്കെ നമ്മള് വെക്കുമ്പോഴത്തേക്ക് മാക്സിമം 5 കിലോ ഉള്ള ക്യാമറയൊക്കെ ഇത് താങ്ങത്തുള്ളൂ. അതിൽ കൂടുതൽ വെയിറ്റ് ഉള്ള ക്യാമറ ആണെങ്കിൽ ഈ താഴെ നമ്മളൊരു വെയിറ്റ് വല്ലതും കെട്ടി തൂക്കിയിട്ടിട്ട് ഇതൊന്ന് ശരിയാക്കി നിർത്തിയാൽ നമുക്ക് അതിലും വെയിറ്റ് ഉള്ള ക്യാമറ ഇവിടെ ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോ അഞ്ചിക്കുന്നുണ്ടായിരിക്കല്ലേ ഇതൊക്കെ എനിക്ക് ഇവിടെ പറഞ്ഞാൽ. ഇതിന് മുന്നേ ഒരു വീഡിയോ ആണ് ഇവിടെ പഠിച്ചാണെങ്കിൽ ഇനി ഇതെങ്ങനെ വെക്കുന്നതെന്ന് വെച്ചാല് നമ്മളിതുണ്ടോ, ഇതിനകത്ത് ഇങ്ങനെ ഒരു സ്ക്രൂ പോലത്തെ സ്ക്രൂന്ന് വെട്ട് പോലത്തെ ഒരു സാധനമില്ലേ, ഇതിനകത്ത് ക്യാമറയില് ഇത് വെക്കാൻ പറ്റിയ ഒരു കുഴിയുണ്ട്. ആ കുഴി നമ്മൾ ഇവിടെ ഫിക്സ് ചെയ്ത് വെക്കും. ഫിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം അപ്പൊ അതിനുശേഷം നമ്മളിത് ഇവിടെ വെച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് ലോക്കാവും. അപ്പൊ ഇത് ഇവിടെ ക്യാമറ നമ്മളിവിടെ വെച്ചേക്കുവാണല്ലോ. ഞാൻ ഇങ്ങനെ ഡെമോ കാണിക്കേണ്ടതിന്റെ അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം. അതായത് നമുക്ക് ക്യാമറ ഇല്ല ഗൈസ്, അതുകൊണ്ട് സബ്സ്ക്രൈബേഴ്സ് എന്ത് ചെയ്യണം, അടുത്ത നിങ്ങളുടെ ഗിഫ്റ്റ് ആയിട്ട് ഒരു ക്യാമറ ചോദിച്ചു മേടിച്ചായിരുന്നു. ഇതാ അവസ്ഥ. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു മുതൽക്കൂട്ടാവട്ടെ നമ്മൾ ആദ്യം പറഞ്ഞ എന്തുകൊണ്ടാണ്. അപ്പൊ നമ്മൾ ഇത്രയും നേരം പറഞ്ഞതിനകത്ത് ഈ ഒരു ഇത് വെച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ ക്യാമറയുടെ വീഡിയോ മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഇനി ഫോൺ എടുക്കണമെങ്കിൽ ഫോണിന്റെ വീഡിയോ എടുക്കണമെങ്കിൽ ഇങ്ങനെ ഒരു സാധനം നമുക്ക് വേണം. ഇങ്ങനെ ഒരു സാധനം
ഇതിനു മുമ്പ് എന്തെങ്കിലും ഒരു ട്രൈപോഡ് ഉണ്ടായിരുന്നു. അല്ല, ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ട്രൈപോഡൊക്കെ പറയും, ട്രൈപോഡായിരുന്നു. അത് ലോക്കലായിട്ട് ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചതായിരുന്നു. പക്ഷെ അത് പെട്ടെന്ന് തന്നെ ഒടിഞ്ഞു പോയി. അപ്പൊ എനിക്ക് ഇങ്ങനെ ഒരു സാധനം വെച്ച് കിട്ടി. അപ്പൊ അതുകൊണ്ട് പ്രയോജനമുണ്ട്. ഈ സാധനം വെച്ചിട്ടാണ് നമ്മള് വീഡിയോ ഫോൺ ആണെങ്കിൽ ഫിക്സ് ചെയ്യുന്നത്. അപ്പൊ അതിന് വേണ്ടിട്ട് നമ്മൾ ആദ്യമേ ഇതുണ്ടോ, നമുക്ക് ഇങ്ങനെ ഊരിയെടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞല്ലോ. അത് നമ്മളിങ്ങനെ ഊരിയെടുക്കണം. ഇവിടെ ഇതുപോലത്തെ ഒരു ഹോള് ക്യാമറയ്ക്കകത്തുണ്ട്. ആ ക്യാമറയിൽ ഇത് ഫിക്സ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ക്യാമറ ഡയറക്റ്റ് വെക്കാം. ഫോൺ ആണെങ്കിൽ ഇങ്ങനെ ഒരു സാധനം നമുക്ക് ആമസോണിൽ കിട്ടും. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊന്നും ഇടുന്നില്ല. ഇങ്ങനെ തപ്പിയ എനിക്ക് കിട്ടും. അത് നിങ്ങൾ എഴുതാൻ മതി. എന്നിട്ട് ഇതിങ്ങനെ നമുക്കിങ്ങനെ തള്ളി തള്ളി വെക്കണം. ഇങ്ങനെ കറക്കി കറക്കി കൊണ്ടുപോകുമ്പോൾ ഫിക്സ് ആവും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിവിടെ ഫിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ച് ഇതിനകത്തേക്ക് ഇതിവിടെ ഫിക്സ് ആയി. അപ്പൊ നമ്മളിങ്ങനെ ഇപ്പൊ ഇത് ഇങ്ങനെ ഈ രീതിയിൽ നിൽക്കുക. നമുക്കിവിടെ ഫോൺ വെക്കാൻ പറ്റും. ഫോൺ ഇങ്ങനെ അകത്തിയാൽ മതി. ഇവിടെ ടൈറ്റ് ആക്കുവാണെങ്കിൽ ഇത് എല്ലാത്തിനും ഇങ്ങനെ ടൈറ്റ് ആക്കാൻ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളത് പൊസിഷൻ ഫിക്സ് ചെയ്തതിനു ശേഷം നമുക്കിത് ചെയ്യാം. ഇവിടെ നമുക്കിനി ഫോൺ വെച്ച് ഞാൻ കാണിച്ചു തരാം. അത് ഇതുപോലെ ഒരു ഫോണ് നമുക്ക് ഇതിനകത്തേക്ക് വെച്ചിട്ട് ആയിക്കോട്ടെ ഇങ്ങനെ ചെയ്ത് നമുക്ക് ഇങ്ങനെ വെക്കാൻ പറ്റും. ഇതൊക്കെ ഇങ്ങനെയൊക്കെ തിരിക്കാം. ഇങ്ങനെ തിരിക്കാം. ഇവിടെ ഇവിടെ ടൈറ്റ് ചെയ്ത് വെച്ചിരിക്കാം. ഇതിങ്ങനെ തിരിക്കാം. ഇങ്ങനെയൊക്കെ തിരിച്ച് നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റും. അപ്പൊ ഇത്രയേ ഉള്ളൂ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു നല്ല കിടുക്കൻ ഐറ്റം ആണ് നമ്മുടെ ട്രൈപോഡിൽ നിന്ന് തന്നിട്ടുള്ളത്. ഡിറ്റി എന്ന് പറയുന്ന ചേച്ചിയാണ്. ആ ചേച്ചി സൗദിയിൽ നിന്ന് കൊടുത്തു വിട്ട ഒരു ഗിഫ്റ്റ് ആണ്. അപ്പൊ ഇത്രയും സ്നേഹമുള്ള ഒരു സബ്സ്ക്രൈബർ നമുക്കുണ്ടെന്ന് പറയുന്നതിന് നമ്മുടെ ചാനലിൽ ഒരു അഭിമാനമാണ്. അപ്പൊ ആദ്യമായിട്ടാണ് ഗൈസ് എനിക്ക് ഇങ്ങനെ ഒരു ഗിഫ്റ്റ് സബ്സ്ക്രൈബറിന്റെ ഭാഗത്തു നിന്ന് കിട്ടുന്നത്. ഒരുപാട് സന്തോഷമുണ്ട്. ഇതുപോലെ നിങ്ങൾക്കും സന്തോഷിപ്പിക്കാനുള്ള ഒരു അവസരമുണ്ട്. അപ്പൊ നിങ്ങൾക്കും ചെറിയ ഗിഫ്റ്റുകൾ, ഇത്ര വലിയ വലിയ ഗിഫ്റ്റുകൾ തരണമെന്നൊന്നുമില്ല. എന്നാലും ഏതെങ്കിലും ഒക്കെ ഗിഫ്റ്റ് തന്ന് നിങ്ങൾക്ക് എന്നെ സന്തോഷപ്പെടുത്താം. പോസ്റ്റായിട്ടും ചെറിയായിട്ടും തരരുത്, അല്ലാതെ ഇങ്ങനെ കൊറിയറായിട്ട് തരാവുള്ളൂ. അപ്പം ഇത് നല്ലൊരു ഗിഫ്റ്റ് തന്ന ചേച്ചിക്ക് പ്രത്യേകം താങ്ക്സ് ഉണ്ട്. നമ്മുടെ ചാനലിന്റെ പേരിൽ നമ്മൾ പ്രത്യേകം നന്ദി പറയുന്നു. അപ്പം ഇനി ഇതുപോലെ ഗിഫ്റ്റുകൾ ഞാൻ സബ്സ്ക്രൈബേഴ്സിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം എല്ലാരും ഈ ഒരു ട്രൈപോഡ് നല്ലൊരു ട്രൈപോഡാണ്. ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് പറ്റിയ ഒരു അടിപൊളി ട്രൈപോഡാണ്. ഞങ്ങൾ പറഞ്ഞ ബേസിക്സ് തൊട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കിയെന്ന് തോന്നുന്നു. എന്നിട്ട് നിങ്ങൾക്ക് ഇനി മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ ഒന്നുകൂടി കണ്ടു നോക്കിയാൽ മതി. ഒന്നെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ കണ്ടു നോക്കാം. എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലാവില്ലേ കൊള്ളാവുന്ന ആരുടെയും വീഡിയോ എടുത്ത് നോക്കിയാലും മതി. അപ്പം അങ്ങനെ നിങ്ങൾക്ക് ഈ ചാനൽ അല്ല ഈ ഒരു ട്രൈപോഡിന്റെ ഫംഗ്ഷനിങ് ഒക്കെ പഠിക്കാവുന്നതാണ്. അപ്പം മറ്റൊരു വീഡിയോയില് നല്ലൊരു കണ്ടന്റ് ആയിട്ട് ഈ ട്രൈപോഡിൽ വീഡിയോ എടുത്തോണ്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ബൈ.